ചീരക്കറിയാണ് കേട്ടോ ഇന്ന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് ചീരക്കറി ഉണ്ടാക്കണുള്ളൂ. അപ്പം അത് ഇത്രയും കുറച്ച് മതിയെന്ന് എല്ലാവരും ആലോചിക്കുന്നുണ്ടായിരിക്കും. ഞാൻ മാത്രമേ ഇത് കഴിക്കാനായിട്ടുള്ളൂ. എൻ്റെ റൂംമേറ്റ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കഴിക്കാറില്ല. വല്ലപ്പോഴും അവൾക്ക് മൂഡ് വന്ന് അവൾ കഴിക്കും. അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ചിരകിയിട്ടിട്ടാണ്, ചിരകിയല്ല, ഇവിടെ ചിരകാനുള്ള ചിരവില്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിൽ ചെറുതായിട്ട് വെള്ളമില്ലാതെ അടിച്ച് ചിരകിയ പോലെ എടുത്തിട്ടാണ് ചേർത്തേക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചട്നിയാണ്. നമ്മുടെ പൊട്ടുകടലയും തേങ്ങയും കൂടെ അരച്ചിട്ടുള്ള ചട്നിയാണ്. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിലിട്ട വെജിറ്റബിൾസ്. പിന്നെ ഈ മീൻ ആണ് നമ്മൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചട്നിയിൽ കുറച്ച് താളിച്ച് ചേർക്കുക എന്ന് പറയും. അതായത് കടുകും നമ്മുടെ ഉണക്കമുളകും കൂടെ ചേർത്തു. ഇത് കാപ്പിയിൽ മയക്കുമരുന്ന് ചേർത്ത് കഴിക്കണമെന്നൊന്നും ചോദിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ നാട്ടുകാരായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഇത് മോങ്ക് ഫ്രൂട്ടിൻ്റെ ഷുഗറാണ്, അതായത് ഷുഗർ ഫ്രീ ഷുഗറാണ്. ഇപ്പം ഞാൻ ഷുഗർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു സാഷയായിട്ട് മേടിക്കാൻ കിട്ടും. ഒരു 2 സാഷ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും സ്വീറ്റ് പോലെ തന്നെ നമുക്ക് കാപ്പി കുടിക്കാം. അപ്പോൾ ഞാൻ ബ്ലാക്ക് കോഫിയാണ് ഫസ്റ്റ് തന്നെ കുടിക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കോഫി കുടിക്കുമ്പോൾ കുറച്ചൊരു സുഖം കിട്ടും ഗൈസ്. അങ്ങനെ ഞാൻ ചുകിച്ച് കുടിക്കുകയാണ്. ഇന്ന് മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഫുഡ് ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഒരു നേരമാണ് നല്ല ലാവിഷായിട്ട് കഴിക്കുക. ബാക്കി കാലത്ത് ചിലപ്പോൾ ഞാൻ കാപ്പി കുടിക്കുകയുള്ളൂ. അതുപോലെ വൈകിട്ടാണെങ്കിൽ എന്തായാലും ലൈറ്റായിട്ട് വല്ല ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കാണിച്ച മീനില്ലേ, അതൊരു സ്പെഷ്യൽ രീതിയിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പിന്നെ നമ്മുടെ ഉപ്പിലിട്ട കുറേ വെജിറ്റബിൾസ്, അതിൽ കാന്താരി മുളകൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ തേങ്ങ ചേർത്ത് വെച്ചിട്ടുള്ള ചീരക്കറി. ഈ ചീരക്കറിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് ചോറ്റും പാത്രത്തിൽ ചോറ് കൊണ്ടുപോകുമ്പോൾ ഈ ചീരയോ ബീട്രൂട്ടൊക്കെ ചോറിൻ്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ അത് നമ്മൾ മാറ്റുമ്പോൾ ഒരു നല്ല റെഡ് കളറുള്ള ചോറ് കാണാം. എനിക്കത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അപ്പോൾ അതുപോലെയാണ് ഈ റെഡ് കളർ ചീരക്കറി ചോറിൽ കൂട്ടി കഴിക്കുമ്പോൾ നല്ല റെഡ് കളർ ചോറ് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക മനസ്സുഖം കിട്ടാറുണ്ട്. പിന്നെ ഇത്രയും സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ മീൻ കറിയും അല്ല ഫ്രൈയും അല്ല, അതൊരു പ്രത്യേക രീതിയിൽ ഞാനൊരു റോസ്റ്റും അല്ല, അതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ റെസിപ്പി ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് കണ്ടത്, അങ്ങനെ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും റെസിപ്പി വേണമെങ്കിൽ ഞാനത് ഉണ്ടാക്കുന്ന കാണിക്കാം. ഫ്രിഡ്ജിൽ ഒരു മീനും കൂടി ഇരിപ്പുണ്ട്. പിന്നെ ഇതേ കാന്താരി മുളക് സ്ഥിരം കഴിക്കുന്ന പോലെ ചോറ് ചേർത്ത് കഴിക്കുകയാണ്. ചോറ് ഏതാണ്ട് കഴിയാറായി കേട്ടോ. അപ്പോൾ ഈ കാന്താരി മുളക് എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ്. അതുകൊണ്ട് ഞാൻ ഈ ചിപ്സ് പറക്കി തിന്നണ പോലെ അത് പറക്കി തിന്നുക. ഉപ്പൊക്കെ പിടിച്ചുകൊണ്ട് അധികം എരിവില്ല. പക്ഷെ അതിലിട്ടിരിക്കുന്ന വെജിറ്റബിൾസിന് ചെറിയ എരിവുണ്ട്. പക്ഷെ മുളക് നേരിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ എരിവൊന്നുമില്ല. അപ്പോൾ മുട്ടയും ചീരയും മീനും കാന്താരി മുളകും എല്ലാം കൂട്ടി ഞാൻ സുഖമായിട്ട് ഫുഡ് കഴിച്ചേ.